മോഹൻ ചേട്ടാ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? മരച്ചക്കിലാട്ടി വെളിച്ചെണ്ണ എങ്ങനെ പോണ്? എക്സ്പെല്ലറിലാട്ടി ഇത് എങ്ങനെ പോണ്? വെളിച്ചെണ്ണ ഇപ്പൊ തേങ്ങയുടെ വിലയും കൊപ്രയുടെ വിലയും വെച്ചുകൊണ്ട് ഇത്തിരി കച്ചവടം ഇത്തിരി കുറവാണ്. പക്ഷെ എന്നാലും ചെറിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇത് റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും പരിപാടി നോക്കണ്ടേ? പുതിയ പരിപാടി എന്താ? ചെറിയൊരു പുതിയ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മള് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കസ്റ്റമർ തേങ്ങയായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളത് പൊട്ടിച്ച് ഉണക്കി ആട്ടി വെളിച്ചെണ്ണയായിട്ട് കസ്റ്റമർക്ക് കൊടുക്കുകയാണ്. അവര് പൊതിച്ച തേങ്ങ കൊണ്ടുവന്നാൽ മതി. അപ്പൊ തേങ്ങ സെറ്റ് ചെയ്ത് അപ്പൊ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും തേങ്ങ കൊണ്ടുവന്നാൽ അത് പൊട്ടിച്ച് ഉണക്കി കൊപ്രയാക്കി ആട്ടി വെളിച്ചെണ്ണ കൊടുക്കുന്ന പരിപാടിയാണ്. നമുക്ക് ഡ്രയർ കാണാം. ഇതാണ് നമ്മുടെ ഡ്രയർ. ഏകദേശം ഒരു 200 തേങ്ങ കയറുള്ളൂ. 200 അല്ല, അതിൽ കൂടുതൽ കയറില്ല. കഴിഞ്ഞ ദിവസം അതിൽ കൂടുതൽ കയറി. എന്നോട് 200 തേങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യിച്ച സാധനമാണ്. കണ്ടിട്ട് ഒരു 10-400 കിലോയ്ക്കുള്ള ഇതുണ്ട്. ചൊരിഞ്ഞിടാം. അല്ലാന്നുണ്ടെങ്കിൽ കട്ടും വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിപ്പോ കട്ട് ചെയ്ത് വേറെ ഒരു ഉണക്കണം, ഇപ്പൊ മുളക് ഉണക്കണം, അങ്ങനെയുള്ള ഉണക്കണമെങ്കിൽ തട്ട് വെച്ച് തട്ടുന്നുണ്ട്. തട്ടും വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ഓരോ പാർട്ടിയുടെ സെപ്പറേറ്റ് ആയിട്ട് ഉണക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തേങ്ങ വീട്ടിൽ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മോഹൻ ചേട്ടൻ അത് കൃത്യമായിട്ട് പൊട്ടിച്ച് ഉണക്കി ആട്ടിത്തരും. അതിനിടയ്ക്ക് നിങ്ങളുടെ കൊപ്രയിൽ കേടുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അപ്പം തന്നെ വാട്സപ്പ് ചെയ്യും. അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാർ മാത്രം തേങ്ങ കൊണ്ടുവന്നാൽ ഇല്ലാത്തൊരു തേങ്ങ കൊണ്ടുവരണ്ട. കാരണം അതെ. എങ്ങനെയാണ് ഇതിന്റെ വില ചാർജ് ചെയ്യണത്? തേങ്ങ 1 കിലോ തേങ്ങയ്ക്ക് എത്ര രൂപ? തേങ്ങ തൂക്കും. തേങ്ങയുടെ വെയിറ്റിന് ഇപ്പൊ നമ്മൾ എടുക്കുന്നത് 1 കിലോയ്ക്ക് 15 രൂപ. പിന്നെ അതിന്റെ പിണ്ണാക്കും നമ്മൾ എടുക്കും. എല്ലാ പിണ്ണാക്ക് കൊണ്ടുപോവാണെങ്കിൽ റേറ്റ് മാറ്റം വരും. അപ്പോൾ കേട്ടല്ല, 1 കിലോയ്ക്ക് 15 രൂപ കൊടുത്താൽ നിങ്ങളുടെ തേങ്ങ, മൂത്ത തേങ്ങ കൊണ്ടുവരണം കേട്ടോ. കേടായ തേങ്ങ, മൂക്കാത്ത തേങ്ങ ഒന്നും വെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരരുത്. നല്ല തേങ്ങ കൊണ്ടുവരിക. ഇപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മുള വന്ന തേങ്ങയാണെങ്കിൽ അവർക്ക് കൊണ്ടുവരുന്നവർക്ക് തന്നെ നഷ്ടമാണ്. അതെ. മുള വന്ന തേങ്ങ അതെ, മൂക്കാത്ത തേങ്ങ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്പർ കൊടുത്തേക്കാം. എല്ലാവരും തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഒന്നും കൂടി ലൊക്കേഷൻ ഞാൻ വീഡിയോയിൽ വേറൊരു ലൊക്കേഷൻ്റെ വീഡിയോ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് എല്ലാവരും ധൈര്യമായിട്ട് പോരെ തേങ്ങ കൊണ്ടുപോയി കൊടുക്കുക. നിങ്ങൾക്ക് നല്ല വെളിച്ചെണ്ണ, ഇനി വിശ്വാസം ഇല്ലാത്തവർക്ക് നല്ല വെളിച്ചെണ്ണ എന്നുള്ള വിശ്വസിച്ച് തന്നെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ എന്നാൽ. ആ കാണുന്നത് തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശൻ്റെ അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശ്രീകൃഷ്ണ സ്വീറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ ഒരു വഴിയുണ്ട്. ഇവിടെയാണ് ഈ പറയുന്ന കളപ്പാട്ടിൽ ഓയിൽ മില്ല്. അങ്ങോട്ട് പോകണം.